നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ഫോമർ സ്പേസ് സയന്റിസ്റ്റ്, ലോയർ, സൈക്കോതെറാപ്പിസ്റ്റ്, ടെക്നോക്രാറ്റ്, ഒപ്പം അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. ബ്രഹ്മശ്രീ അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥാപത്യ വേദമടക്കം പഠിച്ചിട്ടുള്ള സ്ഥപതി കൂടിയായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർജിയാണ്. സ്വാഗതം ഡോക്ടർ ടി പി ശശികുമാർജി. നമസ്കാരം. ടി പി സി, നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 30ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. ഇന്ന് നമുക്ക് 31ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാഖ്യയോഗത്തിന്റെ ഒരു മുഖവുരയോട് കൂടിയിട്ട് അങ്ങ് തുടങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മള് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ഈ ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ നമ്മളോടൊക്കെ പറയുന്നത്, ബാക്കിയുള്ളവരോടല്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എല്ലാ മനുഷ്യനും സന്തോഷമാണ്. അത് എത്ര ധനം സമ്പാദിച്ചാലും, എത്ര പ്രശസ്തി നേടിയാലും, എത്ര അറിവ് നേടിയാലും സന്തോഷമില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല എന്നുള്ള നമ്മൾ സാധാരണ പറയാറുണ്ട്. വേദം, വിദ്യ ഒക്കെ അറിവ് നേടുന്നവൻ ബ്രാഹ്മണനും, വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത്, വൈശ്യോ ധനസമൃദ്ധ, ശൂദ്ര സുഖമാപ്നുയാത് എന്നാണ്. ഈ അറിവ് നേടുമ്പോൾ ചിലപ്പം ഉള്ള സന്തോഷം പോവുക ചെയ്യാം. എത്ര പ്രശസ്തി നേടുമ്പോഴും അതിന് മുകളിൽ കയറണം എന്നുള്ള ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏത് മനുഷ്യനോടും എന്ത് വേണം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അൾട്ടിമേറ്റ്ലി എന്തിനാണ് പ്രശസ്തി എന്ന് ചോദിച്ചാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എന്തിനാണ് വിദ്യ എന്ന് ചോദിച്ചാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്, എന്തിനാണ് ധനം എന്ന് ചോദിച്ചാലും സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ കിട്ടും തോറും അതില്ലാതെ ആവുകയാണ് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവം. വെറും സന്തോഷം വേണം എന്ന് പറയുന്ന അല്പജ്ഞാനികളാണ്, അധികം പ്രശസ്തിയില്ലാത്തവരാണ്, അധികം കാശ് കയ്യിലില്ലാത്തവരാണ്, വേണമെങ്കിൽ നമ്മൾ ശൂദ്രന്മാരെന്ന് പറയാം. പക്ഷെ എല്ലാവർക്കും വേണ്ടത് സന്തോഷവുമാണ്. വെറും സന്തോഷം കിട്ടിയിട്ട് പ്രശസ്തിയോ അറിവോ ഒന്നുമില്ലാത്ത ഒരാൾക്ക് വെറും സന്തോഷാന്ന് വിചാരിക്കാം, അതിനെ ഭ്രാന്തെന്നാ പറയാം. അത് എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതിനൊരു റീസൺ ഉണ്ട്. നോളജ് കിട്ടുമ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. പവറോ പൊസിഷനോ ഒക്കെ കിട്ടുമ്പോൾ ഒരു റീസൺ ഉണ്ട്. പക്ഷെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം, എല്ലാം നഷ്ടപ്പെടുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം, അതൊക്കെ ഭ്രാന്തെന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഇച്ഛാശക്തിയാണ്, വേണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ അത് സ്വയം ഉണരാനും ഉയരാനും സ്വഭാവ ഗുണമുണ്ടാക്കാനും അതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ സന്തോഷവാന്മാരാകും. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭാരതീയ ശാസ്ത്രം ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നേട്ടങ്ങൾക്കും അറിവിനും പ്രശസ്തിക്കും ധനത്തിനും ഒന്നും എതിരായിരുന്നില്ല എന്നാണ്. പക്ഷെ അതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാനും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ എടുത്തെടുത്ത് പറയുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടത്. തുടങ്ങുന്നത് അശോച്യാനന്യ ശോചസ്തോ, അവസാനിക്കുന്നത് 18ാമത്തെ അധ്യായത്തില് 66ാമത്തെ ശ്ലോകം മാ ശുച എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ 2ാമത്തെ അധ്യായത്തിലാണ് 22 മുതൽ 30 വരെയൊക്കെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. ഓരോ ശ്ലോകം അവസാനിക്കുമ്പോഴും ദുഃഖിക്കരുത് 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 എന്നാണ് പറയുന്നത്. ഇതിനർത്ഥം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹാപ്പി ആവണം. അത് അറിവ് നേടുമ്പോഴും ഹാപ്പി ആവണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, അറിവ് കൂടി വരുന്തോറും ഇനിയും പഠിക്കാനുണ്ടെന്നുണ്ടാവുമ്പോൾ അവർക്ക് സന്തോഷം കുറയാ ചെയ്യാം. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ പഠിക്കുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ സമ്പാദിക്കുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ പ്രശസ്തി വേണം തോന്നാം. അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മിക്കവാറും നഷ്ടപ്പെട്ടു പോകുന്നത് സന്തോഷമാണ്. ദുഃഖത്തിലേക്ക് അത് കിട്ടിയില്ലല്ലോ കമ്പാരിസൺ ഒക്കെ വരും. 2 സംഭവങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ആഗ്രഹം. ആ ആഗ്രഹം എപ്പോഴും സന്തോഷത്തിനെതിരല്ല.
അപ്പൊ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ. നമുക്കത് കിട്ടുന്നതാണ് സന്തോഷം. അത് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കിട്ടിയാലും നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ വേണ്ടത് സാറ്റിസ്ഫാക്ഷൻ അല്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തിയായി, ഇനി സ്വത്ത് വേണ്ട, ഇനി പ്രശസ്തി വേണ്ട, ഇനി അറിവ് വേണ്ട എന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ എന്ത് പറ്റും? പിന്നെ ഒന്നും പഠിക്കാൻ നിൽക്കില്ല, പിന്നെ ഒന്നും സമ്പാദിക്കാൻ നിൽക്കില്ല, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല. കിട്ടിയ ജോലി കൊണ്ട് മതി, ഈ പൊസിഷനിൽ റിട്ടയർ ആയെന്ന് വിചാരിച്ചാൽ ശമ്പളമൊക്കെ കിട്ടും. അങ്ങനെയാണ് മിക്ക ഗവൺമെന്റ് എംപ്ലോയീസും. അവർക്ക് ഇനിയും ഉയർച്ചയിലേക്ക് ഉള്ളപ്പോഴാണ് കുറേ ജോലി ചെയ്യേണ്ടത്. അപ്പൊ ഭഗവാൻ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, ഐ ഷുഡ് നെവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഒരിക്കലും നമുക്ക് സംതൃപ്തി പാടില്ല, തൃപ്തി പാടില്ല. ഇന്നലെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റണം, ഇന്നലെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഇന്ന് എനിക്ക് പറയാൻ പറ്റണം. ആ തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എഫേർട്ട് എടുക്കുക, കുറച്ചും കൂടി വർക്ക് ചെയ്യുക. കാരണം ഭഗവാന്റെ അൾട്ടിമേറ്റ് എയിം നമ്മളെ പണിയെടുപ്പിക്കണം. ഭഗവാനൊക്കെ ആക്ഷന്റെ ഭഗവാനാണ്. അപ്പൊ പണിയെടുക്കണമെങ്കിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇല്ലാതിരിക്കണം. പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഇനിയും വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്കെതിരല്ല. പക്ഷെ കിട്ടിയത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ലെങ്കിലും സന്തോഷിക്കാൻ പഠിക്കണം. അപ്പൊ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും, സംതൃപ്തിയും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ ഉണ്ടാവില്ലല്ലോ. സംതൃപ്തി ഈക്വൽ ടു സന്തോഷം എന്നാണ് പലരുടെയും ധാരണ. എനിക്ക് സംതൃപ്തിയായാൽ സന്തോഷമായി. അതൊരു കാര്യത്തിന് മാത്രമേ സംതൃപ്തി ആവാറുള്ളൂ. അതെന്തിനാണെന്നറിയോ ലക്ഷ്മിക്ക്? ഭക്ഷണം അല്ലേ? മാത്രമേ ഉള്ളൂ. ആ ഭക്ഷണം മതി എന്ന് പറയുമ്പോ അതാണ് നമ്മൾ പലപ്പോഴും പറയാം, ഇന്ന് ഭക്ഷണം സംതൃപ്തിയായി എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ബാക്കിയുള്ളതിനൊന്നും അറ്റാച്ച് ചെയ്യരുത്. ഭക്ഷണം ഒഴികെ ബാക്കി എന്തിലും സംതൃപ്തി അടങ്ങുന്നവരാവരുത് നമ്മൾ. ഇത് മതി എന്ന് വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞാൽ, ഒരു പഠനം കഴിയുമ്പോൾ പറഞ്ഞാൽ പിന്നെ ഉയർച്ചയില്ല. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം സംതൃപ്തി ഈക്വൽ ടു സന്തോഷം. ഭക്ഷണം ഒഴികെ ബാക്കി എല്ലാത്തിനും സംതൃപ്തി നോട്ട് ഈക്വൽ ടു ഭക്ഷണം എന്നാണ്, അല്ല ഈ സന്തോഷം എന്നാണ്. ഒരിക്കലും സംതൃപ്തി അടയുക എന്നുള്ളത് പാടില്ല. അപ്പൊ ഞാൻ എല്ലാവരോടും, എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പലപ്പോഴും അവരെ ആശീർവദിക്കുമ്പോൾ പറയാറുള്ളത്, ഒരിക്കലും സംതൃപ്തി ഇല്ലാത്തവരായിട്ട് മാറട്ടെ എന്നാണ്. യു ഷുഡ് നെവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അപ്പോഴേ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഭഗവാൻ ഒരിക്കലും ദുഃഖിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഒന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, വേണം, ഡിറ്റാച്ച്ഡ് ആവണം എന്നുള്ള അർത്ഥത്തിലല്ല. ഭഗവത്ഗീത പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഡിറ്റാച്ച്മെന്റ്. എനിക്ക് വേണ്ട 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 എന്നല്ല. വേണ്ട എന്നുള്ളതിന് പകരം ഉള്ളത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവുകയാണ് വേണ്ടത്. ആ കൊടുക്കണമെങ്കിൽ ആദ്യം ഉണ്ടാവണം. ഇല്ലാത്തൊക്കെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ ക്ഷേത്രത്തിലേക്ക് കുറച്ച് സംഭാവന കൊടുക്കണമെങ്കിൽ എൻ്റെ കാശ് ഉണ്ടാവണം എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയാറുള്ളത്, പട്ടിണി കിടക്കുന്നവൻ ഉപവസിക്കുന്നവനല്ല, ഉണ്ടായിട്ട് വേണ്ടാത്തവനാണ് ഉപവസിക്കുന്നവൻ. അതുകൊണ്ട് എല്ലാ പട്ടിണിക്കാരും എല്ലാ ദിവസവും ഉപവസിക്കാറുണ്ട്, ഒരു നേരെ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലാന്ന് പറയാറില്ല. ഉണ്ട് ആവശ്യത്തിന്, പക്ഷെ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ദുഃഖം ഉണ്ടാവരുത് എന്നാണ്. പക്ഷെ യുദ്ധം ചെയ്യാൻ പറയുന്നു, നല്ല പ്രശസ്തി വേണമെന്ന് പറയുന്നു, സ്ത്രീ ഉണ്ടാവണം എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കിട്ടുന്നതൊക്കെ നേടണം, പക്ഷെ ദുഃഖം ഉണ്ടാവാനും പാടില്ല. ഇനി ബൈ ചാൻസ് അത് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, എന്ന് പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ ഇത് രണ്ടും നമ്മൾ പ്രാക്ടിക്കലി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഫലത്തിൽ ഓരോ മനുഷ്യരും ചെയ്യാനുള്ള സംഭവമാണ് പറയുന്നത്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് എത്രയൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴും ജീവിതത്തിൽ അതിന്റെ ഫലം നമ്മൾ മാത്രമല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ഫലവും നമ്മുടെ കയ്യിലല്ല. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും, ഹാപ്പി ആവാൻ പറ്റും. പക്ഷെ വേണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. അതാണ് 30ാമത്തെ ശ്ലോകം വരെ അശോച്യ മാശുച എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശ്ലോകം. ഇനി 31 കുറച്ചും കൂടി ശരിക്ക് യുദ്ധം ചെയ്താൽ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കാരണം യുദ്ധം ചെയ്യാനുള്ള മൂടൊക്കെയായി. യുദ്ധം ചെയ്താൽ കിട്ടാവുന്ന ഗുണത്തെക്കുറിച്ച്, അത് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. എല്ലാവർക്കും വേണമെന്ന് വിചാരിച്ച യുദ്ധം ചെയ്യാൻ പറ്റില്ല.
യുദ്ധം ചെയ്യാൻ വിചാരിച്ച ഒരു മനുഷ്യൻ വിചാരിച്ചാൽ പറ്റുന്നതല്ല, ഒരു സമൂഹം വിചാരിച്ചാലേ യുദ്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ അത് ഉടനെ ഇപ്പൊ എനിക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് അറിയുന്നത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല, കേൾക്കാൻ ഒരാൾ വേണം, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണം, അത് പബ്ലിസൈസ് ചെയ്യാൻ ഒരാൾ വേണം, അത് കഴിഞ്ഞിട്ട് കേൾക്കാൻ കുറച്ച് ആളും കൂടി ഉണ്ടാവുമ്പോഴേ നമുക്കൊരു താല്പര്യം ഉണ്ടാവും. യുദ്ധവും അതുപോലെയാണ്. ഒരാൾക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നല്ല, ഒരു എതിരാളി വേണം. ആ എതിരാളിയോട് ഒരു രണ്ടുപേര് മാത്രം ആയാൽ നമ്മൾ യുദ്ധം എന്ന് പറയാറില്ല, ഒരു സമൂഹം ഇടപെടുമ്പോഴാണ് യുദ്ധം എന്ന് പറയാ. അതുകൊണ്ട് ഒരാൾ യുദ്ധത്തിൽ ഇടപെടുക എന്നുള്ളത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ യുദ്ധം എന്നുള്ളത് ഒരു സാധാരണ സംഭവമല്ല, കിട്ടിയ ചാൻസ് കളയരുത് എന്ന് പറയാണ്. ഒരു സ്റ്റുഡന്റിന് പഠിക്കാൻ പറ്റിയ ചാൻസ് കളയരുത്, ഒരു ടീച്ചർക്ക് മാസ്റ്റർക്ക് പഠിപ്പിക്കാൻ പറ്റിയ ചാൻസ് കളയരുത്, അതുപോലെ ഒരു യോദ്ധാവിന് യുദ്ധം ചെയ്യാൻ പറ്റിയ ചാൻസ് കളയരുത്, ഒരു ബിസിനസ്സുകാരന് ബിസിനസ് ചെയ്യാൻ പറ്റിയ ചാൻസ് കളയരുത്. അങ്ങനെ എവിടെയൊക്കെ ചാൻസുകൾ ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കണം എന്നാണ്. ഗോ ഫോർ വാർ, ഗോ ഫോർ വാർ എന്നാണ്. ഏകദേശം 37-ാമത്തെ ശ്ലോകം വരെയൊക്കെ അത് വരും. 31 മുതൽ 37 വരെ വാറിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഇത്രയും കാലം പറഞ്ഞതുപോലെ അല്ല, ഇനി വാറാണ് അടുത്ത ടോപ്പിക്, യുദ്ധം ആണ് ടോപ്പിക്. 31 TPSG പറഞ്ഞില്ലേ, നമ്മള് ഉള്ളതില് തൃപ്തരല്ല, ഉള്ളതില് സന്തോഷം മാത്രമാണ് വേണ്ടതെന്നല്ല. ഇത് പറയുമ്പോൾ ലോകം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള 2 വരിയുണ്ട്, സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞ ഈ ഒരു തത്വവുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് തോന്നി പോവുകയാണ് അല്ലെ. നമ്മളെപ്പോഴും അടുത്തതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്തിരിക്കണം അല്ലെ, വിശപ്പോടുകൂടി അടുത്തത് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കണം. തീർച്ചയായിട്ടും 31 വിശപ്പല്ല, അതെ, അറിവിന്റെ മനസ്സിന്റെ വിശപ്പാണ്, അറിവിന്റെ വിശപ്പാണ്, എക്കണോമിക്സിന്റെ വിശപ്പാണ്, ബിസിനസിന്റെ വിശപ്പാണ്, മാർക്കറ്റിംഗിന്റെ വിശപ്പാണ്. നമ്മൾ എന്ത് കർമ്മത്തിലാണോ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ആർത്തി ഉണ്ടാവും. അതെ, അതില് പിന്നെയും എക്സൽ ചെയ്തോണ്ട് അല്ലെ, ഏറ്റവും നന്നായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. സക്സസ് ഈസ്, എന്നോട് സാധാരണ ആൾക്കാർ ചോദിക്കാമല്ലോ എന്താണ് സക്സസ് എന്ന്. ഞാൻ പറയാറുള്ളൂ, ഒരു സക്സസ് അല്ല സക്സസ്, എ സക്സഷൻ ഓഫ് സക്സസ് ഈസ് വാട്ട് ഈസ് സക്സസ് എന്നാ പറയാം. അത് ഒരു സക്സസ് ഉണ്ടായ സക്സസ് അല്ല. ഞാൻ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കൂടി കിട്ടി, ഓഹ് ഗംഭീരായി, പോരാ, എക്സ്പെക്ടേഷൻ കൂടും. 12ാം ക്ലാസ്സിലും പിന്നെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആൾക്കാർ നാണം കെടുക്കും. അത് കിട്ടിയാലും പോരാ, ഗ്രാജുവേഷൻ വരുമ്പോഴും കിട്ടണം, ഗ്രാജുവേഷൻ കിട്ടിയാൽ പോരാ. അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടുമ്പോൾ പിന്നെയും 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 എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ പൊസിഷനിലെത്തുന്നവർക്കും പവറിലെത്തുന്നവർക്കും ധനമുണ്ടാക്കുന്നവർക്കും ഇതെപ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കും. അത് അത്യാവശ്യമാണ്. 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നൊന്ന് ചൊല്ലിയിട്ടുണ്ടല്ലോ കവി. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാ മനുഷ്യന്മാരുടെയും പ്രധാന ഘടകമാണ് ജീവിതത്തിന്റെ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടാണ് 31ാമത്തെ ശ്ലോകത്തിൽ പോകുന്നതിന് മുമ്പ് ആ ഒരു ജിജ്ഞാസ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചൊല്ലട്ടെ സാരം 31ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയിലെ 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 31ാമത്തെ ശ്ലോകമാണ് തുടങ്ങുന്നത്. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാധിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ഇപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറയാണ്, അവൻ ഇത്രയും കാലം ധർമ്മത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, സന്തോഷത്തിന്റെ കാര്യം മാത്രം. കൊന്നാ കുഴപ്പമില്ല, ആള് പോയിക്കോട്ടെ, ആത്മാവേ ഉള്ളൂ, ശരീരമില്ല, അതിനെപ്പറ്റി മെനക്കെടണ്ട, വേവലാതിപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞു സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണോ അവനവന്റെ ഡ്യൂട്ടി, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, പഠനമാണെങ്കിൽ പഠനം, പഠിപ്പിക്കലാണെങ്കിൽ പഠിപ്പിക്കല്, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ്, എന്താണോ അവനവന്റെ കർമ്മം ആ സ്വധർമ്മം. അത് നമ്മുടെ സ്വധർമ്മം അപി ചാപേക്ഷ, ഏതിലാ പറഞ്ഞിരിക്കുന്നത്? അപി, അത് കൂടെ എന്തിൽ പറഞ്ഞിട്ടുണ്ട്? അതും കൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത്രയും സമയം പറഞ്ഞത് മാത്രല്ല, ഇതുകൂടി കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. എന്താണത്? അപേക്ഷ, അതുകൂടി ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കണം. എന്ത്? ന വികമ്പിതു മർഹസി, അതിൽ ഒരു ചാഞ്ചാട്ടവും പാടില്ല, അതിനുള്ള ഒരു അർഹതയും ഇല്ല ചാഞ്ചാടാൻ എന്നാണ്. സ്വന്തം കർമ്മം ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോവാതെ
ഒന്ന് വേവർ ചെയ്യാൻ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയിട്ട് വേണ്ടാന്നൊന്ന് വെക്കാനുള്ളൊരു ഒരു ചാൻസും ഇല്ല എന്നാ പറയുന്നത്. എന്താണ് കാരണം? ധർമാർത്ഥി യുദ്ധ, എന്താണോ എന്റെ ധർമ്മം അത് ഫൈറ്റ് ചെയ്യാനുള്ളതാണ്, യുദ്ധം ചെയ്യാനുള്ളതാണ്. അതിന്റെ കൂടെ ശ്രേയ, ശ്രേയോ അന്യത്, ശ്രേയസ് അല്ലാതെ വേറെ ഒന്നും ആഗ്രഹിക്കരുത്. അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കണം. യുദ്ധ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ കാണേണ്ടത് ഛേയോ അന്യത്, വേറെ യാതൊന്നും ആലോചിക്കരുത്. ശ്രേയസ് കിട്ടാൻ വേണ്ടിയിട്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മുന്നോട്ട് പോകണം. വേറെ അന്യത ആയിട്ടുള്ള ഒരു കാര്യം പാടില്ല. വേറെ എന്തിനെ കുറിച്ചെങ്കിലും ആലോചിച്ചിട്ട് ഇത് വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥ പാടില്ല. കാരണം എന്താണ്? ക്ഷത്രിയന്റെ കടമ എന്താണ്? ഒരിക്കലും ഇത് ചെയ്യാതിരുന്നാൽ ന വിദ്യതേ, അയാൾക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല, അവൻ എന്നുള്ള ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പൊ സ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ മനക്കെട്ട് പോയാൽ നീ ദുഃഖത്തെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടിരുന്ന പോലെയാണ്, ക്ഷണിച്ചു കൊണ്ടിരുന്നത് പോലെയാവും. കാരണം ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ആണ് യുദ്ധം, യുദ്ധമാണ് ധർമ്മം. അതിൽ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഡ്യൂട്ടി ബൗണ്ട് ആവണം എന്ന് പറയുന്നതിന്റെ അർത്ഥം, നീ നിന്റെ ശ്രേയസ് കൂട്ടണമെങ്കിൽ ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂർ അയാൾ ഫ്ലൈറ്റ് ഓടിച്ചു എന്നാണ്. അപ്പൊ ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം എത്ര യുദ്ധം ചെയ്തു എന്നാണ് ചോദിക്കുക ഇന്റർവ്യൂവിന്, അടുത്ത പ്രൊമോഷൻ കിട്ടണമെങ്കിൽ. എന്തായാലും അർജുനൻ പഠിച്ച വിദ്യയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടും ചെയ്യണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഏത് കർമ്മത്തിലാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമ്മൾ അതില് എക്സെല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അല്ലെ, ആ ഒരു കർമ്മം പഠിച്ച വിദ്യ നമ്മൾ ഓടിപ്പോകാനുള്ള ഒരു മാർഗമില്ല. അല്ലെങ്കിൽ വേറെ പണി നോക്ക്. നമ്മൾ സാധാരണ പറയല്ലേ, ഇത് പറ്റില്ലെങ്കിൽ നീ വേറെ പണി നോക്കെന്ന് പറയില്ലേ. അതാണ് ഭഗവാനോട് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭഗവാൻ അർജുനോട് പറയുന്നത്, ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ വേറെ പണി നോക്കടാന്ന്. നമ്മൾ സാധാരണ പറയുന്ന തന്നെ ഭഗവാൻ പറഞ്ഞു, കുറച്ച് സംസ്കൃതമൊക്കെ ചേർത്തിട്ട് കുറച്ച് പോളിഷ്ഡ് ആയിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നു. അതെ, അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് സർ പറഞ്ഞത്, വളരെ വ്യക്തം. അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 32ാമത്തെ ശ്ലോകം. യദശ്ചയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഇവിടെ ഒന്നുകൂടി അത് എടുത്തു പറയാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാൻസ് ഒന്നും അല്ല യുദ്ധം. ഒരു വെറുതെ നടന്നു പോകുന്നവർക്ക് ഇടയിലൊന്ന് ആക്സിഡന്റൽ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം ഒന്നും അല്ല യുദ്ധം. അപ്പൊ ഇത് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് എന്താണോ യുദ്ധത്തിന്റെ ഫലം എന്നുള്ളതല്ല, ആ ജോലി നന്നായിട്ട് ചെയ്താൽ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് വലിയൊരു മുന്നിലേക്കുള്ള അവനവന്റെ ഒരു റെക്കഗ്നീഷനാണ്. ആ റെക്കഗ്നീഷൻ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ശ്രേയസ്സായിട്ട് സ്വർഗമാണോ മോക്ഷമാണോ എന്തൊക്കെയാണോ നമുക്ക് കിട്ടേണ്ടത്, അതൊക്കെ കിട്ടാൻ നമ്മൾ ആ പുണ്യം ചെയ്ത ഒരവസ്ഥയിലേക്ക് ഈ ക്ഷത്രിയൻ എന്നുള്ള ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു റെയർ ചാൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുകൊണ്ട് യുദ്ധം കഴിഞ്ഞാൽ നേരെ പാരഡൈസിലേക്ക് പോവാന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അതാണ്. യുദ്ധം ഒരു റെയർ ചാൻസ് ആണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുക. അത് കഴിഞ്ഞാൽ ഉടനെ തനിക്ക് സ്വർഗദ്വാര മപാവൃതം, സ്വർഗദ്വാരം തനിക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് പറയാണ്. ആ ഡോറ്, ദ്വാരം എന്ന് പറഞ്ഞാൽ ഡോറ്, ഇത്രയേ ഉള്ളൂ അർത്ഥം. അത് സ്വർഗത്തിലേക്കുള്ള സെലസ്ട്രിയൽ അബോർഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അവിടത്തേക്ക് അത് വൈഡ് നല്ല തുറന്നു തരും തനിക്ക്. പിന്നെയോ സുഖിന ക്ഷത്രിയ പാർത്ഥ, ഇവിടെ പാർത്ഥ എന്നാ വിളിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹപാഠി, എന്റെ പണി ഞാൻ ചെയ്തിട്ട് നിന്റെ പണി നീ ചെയ്തോളൂ. അപ്പോഴാണ് ഈക്വൽ ആവുക. അതല്ലെങ്കിൽ നോൺ കമ്പാരബിൾ ആവും. ഞാനും നീയും ഒരേ പദ്ധതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നുണ്ട്,
ഇയാളും എന്റെ സുഹൃത്തായതുകൊണ്ട് തന്റെ കർമ്മം ചെയ്യണം എന്ന് പറയാണ്. സുഖിനഹ, ഹാപ്പി ആയിട്ടിരിക്കണം. ക്ഷത്രിയ, വാരിയറായിട്ടിരിക്കണം, ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം. ക്ഷത്രിയന്റെ കടമ യുദ്ധം ചെയ്യലാണ്, അതോർക്കണം. പാർത്ഥ, അത് സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ് ഇവിടെ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ലഭന്തേ, ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. ലഭന്തേ കിട്ടും. എപ്പോ? യുദ്ധ മീ ദൃശ്യം, ഇതേപോലെ ഒരു ചാൻസ്, ഇപ്പൊ കിട്ടിയ പോലെ ഒരു ചാൻസ്, അത് വളരെ റയറാണ്. അത് ഉപയോഗിക്കണം. യദൃച്ഛയാചോപ പന്നം എന്നാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്ത പോലെ, എല്ലാവർക്കും വിചാരിക്കുമ്പോൾ കിട്ടുന്ന ചാൻസ് അല്ല ഇത്. അത് വന്നു ചേർന്നിരിക്കുകയാണ് തനിക്കിപ്പോ. അതുകൊണ്ട് ഈ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാണ്. നമ്മൾ പറയാറുണ്ട്, മാർക്കറ്റിങ്ങിന് പോകുമ്പോഴും ബിസിനസ് തുടങ്ങുമ്പോഴും, ഇപ്പൊ തുടങ്ങിയാൽ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയല്ലോ, ഇപ്പൊ വന്നത് ഭാഗ്യമായി, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്, അത് കളയരുത്. എവിടത്തേക്ക് പോകാനുള്ള ചാൻസ് ആണ്? യുദ്ധം ചെയ്യാൻ മാത്രമല്ല. അതുകൊണ്ട് സ്വർഗവാതിൽ നിനക്കായി തുറക്കപ്പെടും എന്ന് പറയാം. എന്ത് രസകരമായിട്ടാ ക്യാൻവാസ് ചെയ്യുന്നു നോക്കൂ, യുദ്ധത്തിന് വേണ്ടിയിട്ട്. ഇതിനപ്പുറം നന്നായിട്ട് ക്യാൻവാസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പൊ നല്ല മാർക്കറ്റിംഗ് ടാക്ടീസ് ഉള്ള ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ. നമ്മുടെയും ജീവിതത്തില് ഒരു ചാലഞ്ച് അല്ലേ സാർ? ഒരു നമ്മുടെ കഴിവ് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും നമ്മൾ വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അർജുനന്റെ ഒരു അവസ്ഥയും നമ്മുടെ അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് അല്ലേ? ഓപ്പർച്യൂണിറ്റീസ് സ്കില്ലുള്ള ഒരാൾക്ക്, ഞാനതാ എന്റെ ഒരു ഫോർമുല പറയാറുണ്ട്. പെർഫോമൻസ് പി ഈസ് ഈക്വൽ ടു എ ആറ്റിറ്റ്യൂഡ് പ്ലസ് ഒ ഓപ്പർച്യൂണിറ്റി പ്ലസ് എസ് സ്കിൽ എന്നാണ്. ഭഗവത്ഗീത പഠിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ്. അത് ഡോക്ടർ TPSന്റെ പേറ്റന്റ് ആണെന്ന് പറയാം. എല്ലാ മാനേജ്മെന്റ് ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകളിലും റിപ്പീറ്റ് ആയിട്ട് പറയുന്നതാണ്. ഇവിടെ എനിക്കൊരു സ്കില്ലുണ്ട്, അത് ഫൈറ്റിംഗ് ആണ്. ക്ഷത്രിയന്റെ സ്കില്ല് ഫൈറ്റിംഗ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ കുഴപ്പം അയാൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാപം ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതാണ്. ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി തപ്പിപ്പോവും. എനിക്ക് നീന്താനാണ് എനിക്ക് ഇഷ്ടം, അങ്ങനെ ഒരു പാഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കുളമില്ലെങ്കിലും ഞാൻ തപ്പിപ്പോയിക്കൊണ്ടേയിരിക്കും. അർജുനൻ യുദ്ധത്തിന് നല്ല പ്രാവീണ്യമുള്ള ഒരാളാണ്, പക്ഷേ അതിന്റെ കൂടെ നല്ലൊരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടെന്ന് വിചാരിക്കും യുദ്ധം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഉറപ്പായിട്ടും എവിടെയൊക്കെ യുദ്ധം ചെയ്യാൻ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് ചെയ്തേനെ. നീന്താൻ താല്പര്യമുള്ള ഒരാൾ കുളം തപ്പി നടക്കുന്നത് പോലെ. എനിക്ക് നീന്താൻ അറിയില്ല, താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ നീന്തം പഠിച്ചോളും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മനുഷ്യന് വേണ്ട കാര്യം ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ എന്താണ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് ആണ് എന്ന് പറയാം. മോഡേൺ മാനേജ്മെന്റ് സയൻസിൽ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത് സെറ്റ് യുവർ ആറ്റിറ്റ്യൂഡ്. ആ പാഷൻ ഉണ്ടാക്കി എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉയർത്തി ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ മാത്തമാറ്റിക്സിന്റെ ഇൻട്രസ്റ്റ്, മാർക്കറ്റ് യുവർ സബ്ജക്ട് എന്നാ ഞാൻ പറയാം. ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്തമാറ്റിക്സിനെ മാർക്കറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ യുദ്ധത്തെ മാർക്കറ്റ് ചെയ്യുന്നു, ധർമ്മത്തെ മാർക്കറ്റ് ചെയ്യുന്നു, ആത്മാവിനെ മാർക്കറ്റ് ചെയ്യുന്നു. അതിനിടയിലുള്ള ഈ ശരീരമൊക്കെ പോണാൽ പോകട്ടും പോടാന്ന് പറയില്ല, അതുപോലെയാണ്. അതൊക്കെ പോയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ തൽക്കാലം കിട്ടിയ ചാൻസ് കളയരുത്. ഇപ്പൊ സ്കില്ലുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ അർജുൻ ആകെ ലാക്ക് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ്. ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പാഷൻ ഉണ്ടാക്കുക, എന്നെ ഹാപ്പി ആക്കുക, അതിൽ ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെയാണ് ഈ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് സാർ അതിനെ ഇന്നത്തെ ഒരു മോഡേൺ മാർക്കറ്റിംഗുമായിട്ട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ മാർക്കറ്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അടുത്തത് സാർ TPC 33 ശ്ലോകമാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 33 ശ്ലോകമാണ്. അധച്ഛേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. ഇനി ഈ ധർമ്മം ബൈ ചാൻസ് ഇയാൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക, വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? സ്വധർമ്മം ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്നത് ഈ ഒരു ചാൻസ് മാത്രമല്ല, തന്റെ കീർത്തിയും നഷ്ടപ്പെടും. ഒരു
പണി ചെയ്യാൻ അറിയാത്തവൻ എന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റും? ബാക്കി എല്ലാ ക്ഷത്രിയന്മാരും, ഒരു മാഷ് പഠിപ്പിക്കാൻ തോറ്റാൽ എന്ത് പറയും? അയാൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. വേറെ എന്ത് പണി അറിയെങ്കിലും മാഷിന്റെ പണിയാണെങ്കിൽ അയാൾ പഠിപ്പിക്കാൻ അറിയില്ലെങ്കിൽ അയാൾ ഒന്നും അറിയില്ല എന്ന് നമ്മൾ പറയാം. പഠിപ്പിക്കാൻ കൊള്ളില്ല എന്ന് മാത്രമല്ല പറയാം, അത് നിന്ദയാണ്. അദ്ദേഹത്തിന്റെ പണി അറിയില്ല എന്ന് മാത്രം അറിഞ്ഞാൽ ബാക്കി ഒന്നിനും കൊള്ളില്ല എന്ന് പറയാം. ആ പണി അറിയില്ല എന്നല്ല പറയാം. നമ്മൾ നമ്മുടെ പണി അല്ലാത്ത എന്തെങ്കിലും ചെയ്ത് അവിടെ തോറ്റുപോയി എന്ന് വിചാരിക്കും. ആ പണി അയാൾക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഈ പണിക്ക് വന്നു, ഞാൻ ഭഗവത്ഗീത ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് വന്നത്, പഠിപ്പിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് കൂടെ ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വിചാരിക്കാം. എനിക്ക് ആ ചിന്തിക്കാൻ തയ്യാറായിട്ട് ഞാൻ ആ പണി ചെയ്യാണ്ടിരുന്നു എന്ന് വിചാരിക്കാം. ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഒരിക്കലും ചാൻസ് കിട്ടില്ല. അത് മാത്രമല്ല, എന്നെ ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ തയ്യാറായില്ല എന്നയാള്, അപ്പൊ എന്താ അർത്ഥം? എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. അതാണ് നമ്മളൊരു ചെറിയൊരു സാധനം വിൽക്കാൻ വേണ്ടിട്ട് ഒരാളെ അറിഞ്ഞേക്കാം, അയാൾക്കും വിൽപ്പന അറിയില്ല. ആ പണി ഏൽപ്പിച്ചത് ഏറ്റു കഴിഞ്ഞു എന്ന് വിചാരിക്കും. യെസ് റെഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചാടിയാൽ നീന്തലേ രക്ഷയുള്ളൂ. ഇനി വെള്ളത്തിൽ ചാടിയിട്ട് പിന്നെ നീന്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? നാണക്കേടാവും. അതുകൊണ്ട് അത് മഹാപാപമായിട്ട് മാറും. അതുകൊണ്ട് കൃത്യമായിട്ടും ധർമ്മം എന്താണോ അത് കരിഷ്യസി ന കരിഷ്യസി ചെയ്യാതെ പോയാൽ തഥ സ്വധർമ്മം കീർത്തിം ച, സ്വധർമ്മം പോയി എന്ന് മാത്രമല്ല കീർത്തിയും കൂടെ അങ്ങോട്ട് പോകും. പിന്നെ അത് മഹാപാപമായിട്ട് നമുക്ക് തിരിച്ചു വരും. പാപമവാപ്സസി എന്നാണ്, എന്നിലേക്ക് പാപമായിട്ട് മാറും, അവൻ പാപിയായിട്ട് മാറും. ആദ്യം സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞൊന്ന് കയറ്റി വെച്ച് നോക്കി, അപ്പൊ മുഖം നോക്കുമ്പോ അത്ര പോരാ, എന്നിട്ടും ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടില്ല. അപ്പൊ പിന്നെ എന്നാ ഒന്ന് നെഗറ്റീവും കൂടി അടിച്ചു കൊടുക്കാം. ഇത് ഒന്ന് പോസിറ്റീവ് അടിച്ചൊന്ന് നെഗറ്റീവ് അടിക്കും. പണ്ടുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒന്നൊരു പോസിറ്റീവ് പറയും, എന്നിട്ട് നോക്കും ശരിയായിട്ടില്ല, എന്നൊരു നെഗറ്റീവ് പറയാം, എന്നിട്ടൊന്ന് നോക്കും. പിന്നെ അങ്ങനെ കീർത്തിയും അകീർത്തിയും നന്മയും തിന്മയും ഒക്കെ കൂട്ടിക്കലർത്തുമ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുള്ള ഒരു ന്യായം തന്നെയാണ്, ഇത് ചെയ്താൽ നിനക്ക് നല്ലത്, എന്നിട്ടും ഒരു മാറ്റം ഇല്ലെങ്കിലോ, അല്ല ചെയ്തിട്ടില്ലെങ്കിലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം അതാണ്. നമ്മുടെ കർത്തവ്യങ്ങളും കഴിവുകളും തിരിച്ചറിയാതിരിക്കുന്നത് തന്നെയാണ് പാപം എന്നൊരു അർത്ഥം കൂടി ഇവിടെയുണ്ട്, അല്ലേ സർ? നമ്മളുടെ കഴിവുകളെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് പാപം എന്നൊരു അർത്ഥം തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 34-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 34-ാമത്തെ ശ്ലോകമാണ്. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തീവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. അതെ, പിന്നെയും ഒന്നും കൂടി ഒന്ന് കേറ്റി പറയാം. ഇതൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകള് പറഞ്ഞ് 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 മൂച്ചുകയറ്റാന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ യാദൃശ്ചികമായിട്ട് വന്നു ചേരുന്ന ഈ ഒരു അവസ്ഥ ഏറ്റെടുക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം, ജനങ്ങള് തന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഭൂതാനിതേ അവ്യയാം, നിന്നെ എന്താ പറയാ, ഈ ജനങ്ങള് നിന്റെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ ശരീരമൊക്കെ പോവും, പക്ഷെ ആ പേരുണ്ടാവും, അർജുനൻ ഇങ്ങനെ ഓടിപ്പോയി എന്നുള്ളത്. അത് അകീർത്തി കഥയിഷ്യതി എന്നാണ്. കൃത്യമായിട്ടും ആ ദുഷ്കീർത്തി, അകീർത്തി എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തി, കീർത്തി എന്ന് പറഞ്ഞാൽ നന്മ, അകീർത്തി എന്ന് പറഞ്ഞാൽ ദുഷ്കീർത്തി എന്ന് പറഞ്ഞാൽ ആ നന്മയില്ലാത്ത ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു പേര്, അത് പറഞ്ഞ് പരത്താൻ തുടങ്ങും. കഥയിഷ്യമി എന്നാണ്, കഥ പോലെ പറഞ്ഞു നടക്കും ആൾക്കാർ. നിന്റെ കഥ തീരും അതോടുകൂടി എന്ന് പറയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് എന്ത് വേണം? കൃത്യമായിട്ട് സംഭവിതസ്യ കീർത്തി, നമ്മളെ കീർത്തി കിട്ടാവുന്ന സംഭവങ്ങളാണ്, ബഹുമാനം കിട്ടാവുന്ന കാര്യങ്ങളാണ് ദുഷ്കീർത്തിക്ക് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. പിന്നെന്താവും? മരണാദതി തിരിച്ചതേ, മരണത്തെക്കാൾ കവിഞ്ഞതായിട്ട് വരുന്ന ഒരു കുറ്റം നമ്മളിൽ ഉണ്ടാവുന്നതാണ്. സാധാരണ മരണമാണ് നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയല്ലോ, പക്ഷെ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ കുറ്റം പറയുന്നതാണ് ഏറ്റവും വലിയ ദൂഷ്യം. നമ്മൾ മരിച്ചാലും പോവില്ല. ശരിക്കും പറഞ്ഞാല്
ഇതേ സംഭവമാണ് 3-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ 21 തന്നെയല്ല 3-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തില് കൃത്യമായിട്ട് ഭഗവാൻ ഇതേ സംഭവം ഇനിയും പറയും. ഞാൻ പറഞ്ഞല്ലോ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നതൊക്കെ പിന്നെയും ഒന്നുകൂടി എങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറപ്പിക്കാൻ പറ്റുമോ, ഈ സിമെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കും നമ്മൾ ഒന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിട്ട്, അതുപോലെ പറയും. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 3rd ചാപ്റ്ററിൽ 21 തോന്നുന്നു, 21-ാമത്തെ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്തതനു വർത്തതേ. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ചത്ത് കഴിഞ്ഞാലും ആൾക്കാർ പറയും ഇങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നു, അർജുനൻ എന്ന് പറഞ്ഞ ഒരാൾ വലിയ വീരാളി തേരാളിയൊക്കെ ആയിരുന്നു, അത്ര പാവം, വലിയ തേരാളിയാണ് കൂടി ഉണ്ടായിരുന്നത്, ഇയാൾ വലിയ വെല്ലുവിളിയാണ്. എന്നിട്ടപ്പോ എന്താ കാര്യം? രണ്ടാളും, കാരണം അർജുനൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ വെറുതെ തേരോടിക്കാൻ പറ്റില്ലല്ലോ. അത് അതിനേക്കാളും നാണക്കേട്, അർജുനേക്കാളും നാണക്കേട് കൃഷ്ണനാണേ. ഇപ്പൊ നമ്മളിപ്പോ കൃഷ്ണൻ വലിയ ഭഗവാനാണെന്നൊക്കെ പറഞ്ഞത് ഈ ഒറ്റ ഭഗവത്ഗീത കൊണ്ടും ഈ ഒരു യുദ്ധത്തിന്റെ പ്രകൃതിയും കൊണ്ടാണ് ബാല്യകാലം മുതലുള്ള കഥ പറഞ്ഞത്. അതല്ലെങ്കിൽ ബാല്യകാലം മുതൽ രാധയുടെ കൂടെ കളിച്ചതും പിന്നെ പീപ്പിളി വിളിച്ചതും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കഥ പറയാൻ നിൽക്കില്ല. ഒരു 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 മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഏറ്റവും പ്രഗത്ഭനായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാവും എല്ലാ മനുഷ്യന്റെ കയ്യിലും. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണിത്. ഞാൻ കൃഷ്ണന്റെ ബയോഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ബയോഡാറ്റ മോഡേൺ സ്റ്റൈലിൽ നമ്മൾ ബയോഡാറ്റ എഴുതിയാൽ എങ്ങനെ എഴുതും? അപ്പൊ അതിനകത്ത് നമ്മൾ ക്വാളിഫിക്കേഷൻ എഴുതണം, പിന്നെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് എന്തായിരുന്നു നമ്മുടെ പാരമ്പര്യം, ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്ട് യു ഹാവ് ഡൺ ഇൻ യുവർ ലൈഫ്. ഞാൻ ഡബിൾ ഡോട്ടിട്ട് ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്. അപ്പൊ വലിയൊരു പ്രോജക്റ്റ് ആണ് ഈ ഒരു സംഭവം, മഹാഭാരത വാർ. അതിനകത്ത് എഴുതിയിട്ടുള്ള ഈ സംഭവത്തിൽ അഥവാ ബൈ ചാൻസ് ആ പ്രശ്നം ഉണ്ടാവുകയെ കൃഷ്ണൻ വിചാരിക്കണ്ടോ ബൈ ചാൻസ് അർജുനൻ വേണ്ടാന്ന് വെച്ച് പോയി എന്ന് വിചാരിക്കും. എന്നാ വേറെ ഏതൊക്കെ ഒരാളെ പിടിച്ച് തേരിക്കേറ്റിട്ട് ഇനി ഞാൻ നിന്റെ ഡ്രൈവർ ആവാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏറ്റുപോയി അർജുനന്റെ ഡ്രൈവറായിട്ട്. ഇനിയിപ്പോ അത് ഓടിച്ച് ഈ യുദ്ധം തീരുന്നത് വരെ ആ പണി ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ കൃഷ്ണനും ജോലി ചെയ്തില്ല, പണി ചെയ്തില്ല, കർമ്മം ചെയ്തില്ല എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെ അവനവനും ബാധകാന്ന് മനസ്സിലാവുക. അതാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. ഒരു മാസ്റ്റർ സ്റ്റുഡന്റിനോട് പറയുമ്പോൾ സ്റ്റുഡന്റ് മോശമായാൽ മാസ്റ്റർക്കുമാണ് കുഴപ്പം. മനസ്സിലായില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ പല സ്കൂൾസിലും പോയാലും പറയാറുണ്ട്, നിങ്ങൾക്ക് 40 കുട്ടികളുണ്ട്, അതിൽ ഒരു കുട്ടി ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് വലിയ കേമനായിട്ട് വലിയ ഓഫീസറൊക്കെ ആയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മാഷക്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു യോഗ്യതയില്ല. കാരണം ബാക്കി 39 കുട്ടികളും നന്നായിട്ടില്ലല്ലോ. അപ്പൊ അത് ആ കുട്ടിയുടെ പാരന്റ്സിനാണ് ക്രെഡിറ്റ്. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും നന്നാക്കി എന്ന് വിചാരിച്ചാൽ ആ മാസ്റ്റർക്കാണ് ക്രെഡിറ്റ്. ആ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളെയും നന്നാക്കി എന്ന് വിചാരിച്ചാൽ പ്രിൻസിപ്പൾക്ക് ക്രെഡിറ്റ്. ഒരു ക്ലാസ്സിലെ മാത്രം കുട്ടികൾ എക്സലന്റ് ആയി വിചാരിക്കും, പ്രിൻസിപ്പൾക്ക് അത് ആഘോഷിക്കാൻ യാതൊരു യോഗ്യതയില്ല. കംപ്ലീറ്റ് സ്കൂൾ ബെസ്റ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൾക്ക് അതുപോലെയാണ്. ഇവിടെ ഒരു യുദ്ധം ചെയ്യാൻ തുടങ്ങിയ ഒരവസ്ഥയില് അർജുനൻ ഓടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് ആർക്കാം? തേരാളിക്കാണ്. ഇനി അർജുനൻ പോയി എന്ന് വിചാരിക്കുക, അർജുനൻ മാത്രമല്ല പോവാ, കാരണം ബാക്കി പാണ്ഡവന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള അർജുനനിലാണ്. അദ്ദേഹം ഇല്ല എന്ന് വിചാരിച്ച തീർന്നു. മറ്റേ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രകടമായിട്ട് പൂർണ്ണ ധൈര്യം ആരുടെ കക്ഷത്തായിരുന്നു? അത് കൃത്യമായിട്ട് പറഞ്ഞ ഭീഷ്മരുടെയാണ്. അതുകൊണ്ടാണ് ഭീഷ്മര് വീണ സമയത്ത് ഈ കഥ പറയുന്നത്. അല്ലെങ്കിൽ 10-ാം അധ്യായത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, 10-ാമത്തെ ദിവസം പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് 10-ാമത്തെ ദിവസം പറഞ്ഞത്? ഭീഷ്മര് വീണു എന്നറിയുമ്പോഴാണ് ആകെ ഒരു പ്രശ്നം വരുന്നത്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അതുവരെ ഒരു വേവലാതി ഇല്ല. അപ്പൊ അർജുനൻ പോയി എന്ന് വിചാരിക്കും, വേവലാതി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, അത്യാവശ്യമായിട്ട് വേണ്ടതാണെന്നൊക്കെ അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ്, അതായത് മരണത്തിന് ശേഷവും മോശം പറയുന്നതാണ് ഏറ്റവും അധികം കഷ്ടമായിട്ടുള്ള ഒരവസ്ഥ എന്നുള്ളത് അല്ലെ? അതൊരു നമ്മൾ എല്ലാരെ കുറിച്ചും പറയാറില്ല, മരിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റി കുറ്റം പറയാൻ പാടില്ല. ഇവിടെ മരിച്ചു കഴിഞ്ഞാലും പറയുമെന്ന് പറയുമ്പോ പിന്നെ അതിനപ്പുറം ഒരു വാണിംഗ് കൊടുക്കാനില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ആക്സിഡന്റ്. വളരെ മനോഹരമായിരുന്നു സർ. അടുത്തത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 35-ാമത്തെ ശ്ലോകമാണ്. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാ
യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഇതും വളരെ രസകരമായിട്ട് ഭഗവാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും എന്തുകൊണ്ടാണ് പിൻവലിയണം എന്നൊക്കെ തോന്നലുണ്ടാവുന്നത്? ഭയാത്, ഭയം കൊണ്ടാണ്. അത് ഭയം എവിടെ ഉണ്ടാവാൻ പാടില്ല? ഒരിക്കലും യുദ്ധസമയത്ത് രണം എന്ന് പറഞ്ഞ യുദ്ധം, ആ സ്ഥലത്ത് നിന്ന് ഉപരതം എന്ന് പറഞ്ഞാല് പിന്നോട്ട് ഓടിപ്പോവാ എന്നുള്ളതാണ്. ആ പിൻവലിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു മനസ്സ് യുദ്ധത്തിന്റെ സ്ഥലത്ത് ഭയം കൊണ്ട് ഉണ്ടായാൽ അതാണ് ഈ പ്രശ്നം ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് വളരെ നിസ്സാരമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് വളരെ സീരിയസ് ആയിട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് അർജുനൻ പോകുന്നൊന്നുമില്ല ശരിക്കും കേട്ടോ. യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും മുഖത്ത് മാറ്റം ഉണ്ടായിട്ടില്ല. എപ്പോഴും വാക്കിൽ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ചിലരെ കണ്ടറിയാമോ. അപ്പൊ ഭഗവാന് കൃത്യമായിട്ട് അറിയാം, ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോ ഒന്ന് ഫൈറ്റ് ചെയ്യും, പക്ഷെ പൂർണ്ണമായ എനർജി ഉണ്ടാവില്ല. പാഷൻ ഇല്ലാണ്ട് ഒരു പണി ചെയ്താൽ അത് കൃത്യമാവില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മഹാരഥ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ആ ഒരു പേര് വിളിച്ചാണ്. ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നൊക്കെ കറക്റ്റ്, പക്ഷെ എനിക്കൊരു പേരുണ്ട്, ആ പേരാണ് മഹാരഥൻ. അപ്പൊ ഈ സാധാരണ ഒരു പെർഫോമൻസ് നല്ല നർത്തകിയാണ്, ഇൻട്രൊഡക്ഷനിലൊക്കെ നല്ല നർത്തകിയാന്നൊന്നും പറയാണ്ട് ഒരാൾ പോയി ഡാൻസ് കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും പിള്ളേര് ഡാൻസ് കളിച്ച് തെറ്റുണ്ടായപ്പോൾ ആരും കുറ്റം പറയും. പക്ഷെ ഇയാള് പത്മശ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കലാമണ്ഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ കയറി വെക്കുമ്പോ 2 സ്റ്റെപ്പ് തെറ്റിയാലോ. അതുകൊണ്ട് മഹാരഥ, നീ വെറുതെ യുദ്ധം കാണിച്ചിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ശരി എന്നാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താല്പര്യമില്ലാണ്ട് ചെയ്താല് അത് കറക്റ്റ് ആവില്ല. കാരണം മഹാരഥനാണ്. മംസ്യന്തേ, അത് കൃത്യമായിട്ടും മനസ്സിൽ വിചാരിച്ചിട്ട്, എന്ത് വിചാരിച്ചിട്ട്? ത്വാം, അവനവൻ മഹാരഥനാണെന്നുള്ള മംസ്യന്തേ, സ്വന്തം വിചാരം ഉണ്ടാവണം തനിക്ക് എന്നാണ്. അവനവന്റെ കഴിവിനെ കുറിച്ച് കൃത്യമായിട്ടും അറിവുണ്ടാവണം, എന്ത് ചെയ്യാൻ പറ്റും എന്ന് തനിക്ക് അറിയണം എന്നാണ് പറയുന്നത്. യേശാംചത്വം ബഹുമതോ, ഏത് ആളാണോ ബഹുമാന്യനായിട്ട് ബഹുമതിയോടുകൂടി അവനവൻ എങ്ങനെയാണ് എന്നുള്ള ഒരു അറിവ്, ത്വം, അവന് എപ്പോഴാണോ അത് ഉണ്ടാവുന്നത്, ഭൂത്വ, ആ വ്യക്തിക്ക് അങ്ങനെ ഭവിച്ചു മാറാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഞാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്ട്രിക്റ്റ് ആണെന്ന് ഒന്ന് അഭിനയിച്ചാൽ മതി എന്നാണ്. പോലീസ് ആവണമെങ്കിൽ വേഷം ഇട്ടാൽ മതി, പിന്നെ മനസ്സിലങ്ങോട്ട് വരും. ആദ്യം വേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും ഒരു അഭിനയവുമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഷോ ഇറ്റ്, ദെൻ യു ഫീൽ ഇറ്റ്, ദെൻ യു ബി ഇറ്റ് എന്നാണ്. ഫസ്റ്റ് എനിക്ക് ശക്തി ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ കാണിക്കുമ്പോ തന്നെ എനിക്ക് തോന്നും, ഓ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് കാണിക്കുക, പിന്നെ തോന്നിക്കുക, പിന്നെ അതായി മാറുകയാണ് ചെയ്യുക. എല്ലാത്തിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ മിലിറ്ററിക്കാർക്കും ഒക്കെ യൂണിഫോം കൊടുക്കുന്നത്. ആദ്യം യൂണിഫോം കാണിച്ചു കൊടുക്കുക, അതങ്ങ് ഇടുമ്പോൾ ഒരു രൂപം വരും, പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഫീലിംഗ് വരും, പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതങ്ങായി മാറും. അതുപോലെയാണ് ഇത്. ആ ബഹുമതോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഭൂത്വാ യാസ്യസി ലാഘവം, അത് വളരെ നിസ്സാരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ആദ്യം കാണിച്ചു കൊടുക്കുക, ആ കാണിക്കുന്നതിനാണ് മഹാരഥനാണെന്ന് പറയുന്നത്. പിന്നെ ബഹുമതി, അതൊരു ഫീലിംഗ് ആണ്. ബഹുമതി എന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. ത്വം എന്നാണ്, അവനവന് തോന്നണം അത് ഞാൻ ബഹുമാന്യനാണ്, എനിക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് ഭാവിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് അഭിനയിച്ചു നോക്കുക. അതാണ് എന്നുള്ളൊരു തോന്നൽ ഉള്ളിലേക്ക് കയറ്റി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്സാരമായിട്ട് സംഭവം ചെയ്യാൻ പറ്റും. യു ക്യാൻ ബി ദാറ്റ് ഭൂത്വാ യസ്യസി ലാഘവം, ലാഘവത്തോടു കൂടി ചെയ്യാൻ പറ്റും. എന്ത് എളുപ്പത്തിലാന്നത്, നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. ഇതിനെ ഇങ്ങനെ ഇത് രസമായിട്ടാ പറയാൻ നോക്കും ഭഗവാൻ. അതായത് ഏത് ഒരു പ്രവൃത്തിയും നമ്മൾ വളരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മാറും, അല്ലെ, വളരെ ലളിതമായിട്ട് മാറും. ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലേ സർ? അതാണ് പിന്നെ അഭ്യാസേന കൗന്ദേയ പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുമല്ലോ കുറച്ച്. തീർച്ചയായിട്ടും. അടുത്തത് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 36-ാമത്തെ ശ്ലോകമാണ്. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാ നിന്ദന്തി
കുതസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നു കിം. തതോ ദുഃഖതരം നു കിം. ഇതിലധികം വേറെ ദുഃഖം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. പണ്ട് ദുഃഖിക്കണ്ടെന്നാ പറഞ്ഞത്, ഇപ്പൊ അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊക്കെ ചെയ്താൽ ഇതിനപ്പുറം ദുഃഖം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതായിരിക്കും അൾട്ടിമേറ്റ്. എന്ത് ചെയ്താല്? തവ അഹിത, തന്റെ ശത്രുക്കള്, ഹിതം കൂടെയുള്ളവര്, അഹിതം നേരെ ഓപ്പോസിറ്റ് ഉള്ളവര്, ഹിതമല്ലാത്തതൊക്കെ അഹിതമാണ്. അപ്പൊ തവ നിന്റെ ഹിതമല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ശത്രുക്കൾ എന്നാ കാണുന്നത്. തവ അഹിത തവ സാമർഥ്യം നിന്ദിന്ത, നിന്റെ സാമർഥ്യത്തെ സ്വന്തം നിന്ദിച്ചുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ശത്രുക്കളാവുന്ന ഒരു അവസ്ഥ വരും. തന്റെ ശത്രുക്കളാണ്. ആരാ ശത്രുക്കള്? താനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാതെ, റെക്കഗ്നൈസ് ചെയ്യാതെ, നമ്മളെ ബഹുമാനിക്കാതെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മറിച്ച് നടന്നാൽ എന്റെ ഇത് ഉദ്ധരേതാത്മനാത്മാനാം ആത്മാനം അവസാധേയത്താത്മനോ ബന്ധു, അത് ഇതേ ശ്ലോകം തന്നെയാണ്. 8-7 8ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ ശ്ലോകം, 4-42, 3-30, 2-18, ഇതൊക്കെ ഇതേ സംഭവമാണ്. അതുകൊണ്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ശ്ലോകങ്ങളും കൂടെ വായിച്ചു കൊടുക്കുക. നമ്മൾ അതിന് സമയം കളയുന്നില്ല. അത് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളൊക്കെ പറയുന്നത് അവനവന്റെ ശ്രദ്ധയിൽ നിന്നും കുറച്ച് മാറിപ്പോയിട്ട് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ബുദ്ധി പറയുന്നതും മനസ്സ് പറയുന്നതും ഓപ്പോസിറ്റ് ആയാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഭഗവത്ഗീത ഈസ് എൻ മെസ്സേജ് ഫോർ ചേഞ്ചിങ് യുവർ മൂഡ്. ഏതാണ് മൂഡ് എന്നറിയില്ല, ഇതാണോ മൂഡ് അറിയില്ല. മൂഡ് ഇൻ ടു ആക്ഷൻ ഓർ പുട്ട് ആക്ഷൻ ഇൻ ടു മൂഡ് എന്നാണ്. അതിൽ രണ്ടിലേതെങ്കിലും നടക്കണം. ഹെഡും ഹാർട്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, 2 H കൂടി ചേർന്നിട്ടില്ലെങ്കിൽ ഈ H വർക്ക് ചെയ്യില്ല, ഹാൻഡ് വർക്ക് ചെയ്യില്ല. 3 H ആണ് നമുക്ക് വേണ്ടത്. ഹാൻഡ്, ഹെഡ്, ഹാർട്ട്. ഹാർട്ട് പാഷനാണ്, ഹെഡ് സ്കില്ലാണ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വധിഷ്യന്തി, എല്ലാരും പറയും. ഇത് നമ്മൾ ഈ നമ്മൾ കാണുന്ന ഈ ഡയലോഗൊന്നും അല്ല അവർ പറയാം. വേറെ എന്തൊക്കെയോ കഥകൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക. ബുഹ്യൻ അവാച്യവാദാൻ എന്നാണ്. നമുക്ക് കേട്ട് സഹിക്കാൻ പറ്റാത്ത വാക്കുകളാണ് തന്നെ കുറിച്ച്. അവാച്യവാദാൻ പറയുന്ന വാക്കുകളൊക്കെ ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ, അത്രയും കുറ്റപ്പെടുത്തും. പിന്നെന്ത് പറ്റും? അതുകൊണ്ട് തഥാ ദുഃഖതരം കിം. അപ്പൊ ദുഃഖിക്കാണ്ടിരിക്കുവോ തന്നെ പറ്റി കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ? ഇനി ഇയാൾ കേൾക്കാനില്ലെങ്കിൽ ഇയാളുടെ മക്കളെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? കൈ വർക്ക് ചെയ്തോളൂ, ഹാർട്ട് വെച്ചോളൂ, ഉപയോഗിക്കാനുള്ള സ്കില്ല് തന്നെ ഉപയോഗിച്ചു. എന്റെ ശത്രുക്കൾ കൃത്യമായിട്ടും നിന്ദിച്ച് പറഞ്ഞു തുടങ്ങി, കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞ് നമ്മളെ എല്ലാം ഉള്ള അത് ചെയ്താലോ ശ്രേയസ്സാ വരാൻ പോണതേ. അപ്പൊ അത് വേണോ ഇത് വേണോ? ഇതിലേറെ ദുഃഖം വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. 37. അടുത്തത് 37ാമത്തെ ശ്ലോകം, ഭഗവത്ഗീത സാഖ്യയോഗം 2ാം അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഇത് ശരിക്ക് ഉത്തിഷ്ഠ കൗന്ദേയ എന്ന് പറയുന്നൊരു കൃത്യമായിട്ടും എഴുന്നേറ്റ് യുദ്ധം ചെയ്തോളാൻ പറയുന്നു. അതുകൊണ്ട് ഏകദേശം 22 കഴിഞ്ഞ നേരെ വേണമെങ്കിൽ 37 ചാടാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കൃത്യമായിട്ട് എഴുന്നേറ്റിട്ട് യുദ്ധം ചെയ്തോളാൻ പറയാണ്. ഹത്വാ വാ വ്യാപ്സിസും സ്വർഗം. ഹതോ വാ വാപ്സിസി സ്വർഗം. എന്തുണ്ടാവാൻ പോകുന്നു? വളരെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വളരെ എളുപ്പം നിനക്ക് നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ് യുദ്ധം എന്നുള്ള പോലെയാണ് പറയുന്നത്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. എന്തിനാ അങ്ങനെ കിട്ടാൻ പോകുന്ന സ്വർഗമാണ് വേണ്ടാന്ന് വെക്കേണ്ടത് എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് പറഞ്ഞു പോകുന്നത് ഭഗവാൻ.
അതുകൊണ്ട് എഴുന്നേറ്റിട്ട് ധൈര്യപൂർവ്വം യുദ്ധം ചെയ്യാം എന്നുള്ള പറഞ്ഞു. തസ്മാത് കൗന്ദേയ, അതുകൊണ്ട് കൗന്ദേയ, ഇവിടെ സ്നേഹം കൂടി. പണ്ട് പാർത്ഥനായിരുന്നു, ഇപ്പൊ കൗന്ദേയനായി. അപ്പൊ നിന്റെ ഇപ്പൊ ഇതിന് റിലേറ്റ് ചെയ്ത് പറഞ്ഞുവല്ലോ, ഇയാള് പോയി കഴിഞ്ഞാൽ കുറ്റം പറയുന്നു. ആ കുറ്റം ആരാ അധികം കേൾക്കേണ്ടി വരിക? നമ്മൾ മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഓടിപ്പോയി, അല്ലെങ്കിൽ നാണക്കേട് വന്നു, ആത്മഹത്യ ചെയ്തു, ഒരു കുഴപ്പമില്ല ഈ ചെയ്യുന്ന ആൾക്കേ. ബാക്കി നിൽക്കുന്ന ഒരാളുണ്ടേ, കുന്തി. ആ അമ്മ ദുഃഖിക്കുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയണം. അതുകൊണ്ട് കൗന്ദേയ എന്ന് വിളിച്ചത്. കുന്തിപുത്ര എന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ കുന്തിയെ കുറിച്ചാണ് ആലോചിക്കുക. അപ്പൊ അമ്മയ്ക്ക് നാണക്കേടാവും. എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഗാന്ധാരി പോരാ, അമ്മയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്? മകൻ മോശമായതുകൊണ്ടാണ്. അപ്പൊ അതേ അവസ്ഥ ഇവിടെയും വരും. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. നേരത്തെ യുദ്ധം ചെയ്യണം, എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. യുദ്ധായ കൃത നിശ്ചയ, ഡിറ്റർമിനേഷനോട് കൂടി ഉറപ്പായിട്ടും ഞാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് എഴുന്നേറ്റോളണം എന്നാണ്. വെറുതെ എഴുന്നേറ്റ് നിൽക്കല്ല. നേരത്തെ ഉത്തിഷ്ഠത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. യുദ്ധായ കൃത നിശ്ചയ. തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ, എഴുന്നേറ്റോളൂ കുന്തി പുത്ര. പക്ഷെ എന്ത് തീരുമാനം എടുത്തിട്ടേ പറയാവൂ. നേരത്തെ എഴുന്നേക്കൊക്കെ ചെയ്തു, പക്ഷെ ആ ഒരു ഉറപ്പ് കാണുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധായ കൃത നിശ്ചയ, യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തോളാൻ പറയും. ആ അവസ്ഥയിലേക്കാണ് വേണ്ടത്. ജിത്വാവ ഭോക്ഷ്യസ്യ മഹീം, കൃത്യമായിട്ട് ജയിക്കുകയാണെങ്കിൽ അതിന് എന്താണ് കിട്ടാൻ പോകുന്നത്? ഭോക്ഷ്യസ്യ, നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം മഹീം. നേരത്തെ നഷ്ടപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു ഭൂമിയാണ് കിട്ടാൻ പോകുന്നത്. ആ ഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കൃഷ്ണന് ഭൂമി വലിയ സംഭവമാണ്. കാരണം വിഷ്ണു എന്നുള്ള പേര് തന്നെയാണ്. രാമന്റെയും സീത ഭൂമിയാണ്. അപ്പൊ കിട്ടാൻ പോകുന്നത് ഒരു ഭൂമിയാണ് എന്ന് പറയുന്നതിന് അർത്ഥം ഈ ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു റവന്യൂ ഇൻസ്പെക്ടർക്ക് വേണ്ടത് ഭൂമിയാണ്, കലക്ടർക്ക് വേണ്ടത് ഭൂമിയാണ്. ആ ഒരു ബൗണ്ടറിയുടെ ഉള്ളിലുള്ള ഒരു കലക്ടർക്ക് റവന്യൂ എന്നാണ് അവരുടെ ഏറ്റവും സ്പെഷ്യലൈസേഷൻ. കാരണം ഭൂമിയില്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു ക്ഷത്രിയന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഭൂമിയാണ്. അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഒരു ഭൂമിയാണ്. അതുകൊണ്ട് അത് കളയരുത്. കൊണ്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. വളരെ, അതാണ് ഞാൻ പറഞ്ഞ 2:18, 3:30, ഈ 3:37, 4:42, 8:7 ഇതിലൊക്കെ കൃത്യമായിട്ട് മെസ്സേജുകളാണ്. ഇനി അടുത്ത ശ്ലോകവും നല്ലൊരു ശ്ലോകമാണ്. സുഖദുഃഖേ, 38ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിലെ 2ാം അധ്യായം. അതാണ് ശരിക്കും കൗൺസിലിംഗ്. 38ാമത്തെ ശ്ലോകം. ആ കൗൺസിലിംഗിന്റെ അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ 38ാമത്തെ ശ്ലോകം എന്ന് പറയാൻ വേണ്ടി. അവിടെയാണ് ഒരു മാസ്റ്ററി ഓഫ്, എന്താണ്, ഒരു ടോക്ക് തെറാപ്പിയുടെ മാസ്റ്ററി അവിടെയാണ്. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയോ തഥോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ, സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, ജയവും പരാജയവും, ഇതൊക്കെ തുല്യമായിട്ട് എപ്പോഴും ഉണ്ടാവും. ഒരാൾ ജയിക്കുകയാണെങ്കിൽ മറ്റേ തോക്കും, ഒരാൾക്ക് ലാഭം ഉണ്ടാവും, മറ്റേയാൾക്ക് നഷ്ടം ഉണ്ടാവും, ഒരാൾക്ക് സന്തോഷം ഉണ്ടാവും, മറ്റേയാൾക്ക് ദുഃഖം ഉണ്ടാവും. ഇതൊക്കെ എല്ലായിടത്തുള്ളതാണ്. തഥ യുദ്ധായ യുജ്യസ്വ, ഏതൊരു യുദ്ധത്തിന്റെയും അവസാനം ഒരുങ്ങിക്കഴിഞ്ഞ് പുറപ്പെട്ടാൽ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഏവം പാപം ന വാപ്സ്യസി. അതുകൊണ്ട് തോറ്റുപോയത് കൊണ്ടോ ജയിച്ചു പോയത് കൊണ്ടോ, ആദ്യം പറഞ്ഞത് ജയിക്കണം ശ്രേയസ് കിട്ടുന്നൊക്കെയാണ്. ഇനി ബൈ ചാൻസ് ഇയാൾക്കൊരു ഭയം ഉള്ളിലുണ്ടെങ്കിൽ ഇനി യുദ്ധം ചെയ്ത് തോറ്റാലും കുഴപ്പമില്ല, ബിസിനസ് ചെയ്ത് നഷ്ടം ഉണ്ടായാലും കുഴപ്പമില്ല, ബിസിനസ് ചെയ്തുവല്ലോ, പഠിച്ച് പരീക്ഷ എഴുതി, പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പ് ഓടിപ്പോകുന്നതാണ് മെനക്കെട്. എഴുതിയാൽ ജയിക്കാനും സാധ്യതയുണ്ട്, തോക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എഴുതണം. ഏതായാലും എക്സാം ഹാൾ വരെ എത്തി, എഴുതാണ്ട് ഇനി പോകരുത്. എഴുതാണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നാണക്കേടാന്ന് പറയും. ബൈ ചാൻസ് എഴുതിയിട്ട് ചുളൂൽ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്നാലും വലിയൊരു കാര്യമല്ലേ അത്. അതുകൊണ്ടാണത്. ദുഃഖവും സുഖവും ഉണ്ടാവാം,
ലാഭവും നഷ്ടവും ഉണ്ടാവാം, ജയവും പരാജയവും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഭഗവത്ഗീതയുടെ ഹോൾ ലെസൺ എന്ന് പറയുന്നത്, കർമ്മം ചെയ്യിപ്പിക്കലാണ്. അതിന്റെ ഫലം വേണ്ട എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ 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 വിളിച്ചു കൊണ്ടുപോവാണ്. അതുകൊണ്ട് ഫലത്തിനെ കുറിച്ചാണ് ഇത്രയും നന്മ എന്നൊക്കെ പറഞ്ഞത്. അത് പറഞ്ഞ കൃഷ്ണൻ കുറച്ചു കാലം കഴിയുമ്പോൾ ഫലത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഫലത്തിനെ കുറിച്ച് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. കാരണം ഈ ഒരു മൂഡ് മാറി, യുദ്ധം ചെയ്യാന്നൊക്കെ ഉള്ളൊരു ഉത്തിഷ്ഠ കൗന്ദേയ എന്നൊക്കെ പറഞ്ഞ് ഉദ്ധ്വസ്വ, യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ശ്ലോകം പറഞ്ഞപ്പോഴത്തേക്കും അർജുനന് ചെയ്യാം എന്നുള്ളൊരു ബോധം വന്നു. അപ്പൊ കൃഷ്ണൻ ഒരു ചെറിയൊരു ഒരു ആപ്പെട്ട് കൊടുത്താണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഭഗവത്ഗീത നിന്നു പോകും. ഭഗവത്ഗീത നിൽക്കാൻ പാടില്ലല്ലോ, ഇനിയും കുറെ ചാപ്റ്ററുകൾ പോകണ്ടേ. അതുകൊണ്ട് ഡിറ്റർമിനേഷനോട് കൂടി ഫൈറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ തന്നെ അർജുനന്റെ മൂടൊക്കെ വന്നു. പക്ഷെ പിന്നെ പറയുന്നത് തോറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നേ. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതി വേണ്ടാന്ന്. കാരണം അർജുനൻ ഇത്രയും കാലം അവനവന്റെ കാര്യം മാത്രമല്ല ആലോചിച്ചത്. ഇവിടെ ആ ഒരു ലെസണും കൂടി ഉണ്ട്. ഈ ഒരു ശ്ലോകം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അർജുനൻ എന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ ഇത്രയും സമയം അർജുനനെയും ജയിക്കുന്നവരെയും കൂടെ പറയുന്ന സമയത്ത് കൃഷ്ണനും തോന്നിയിട്ടുണ്ടാവും, ഇയാൾ കൊല്ലാന്നൊക്കെ മൂട് പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴാണ് ഓ ശ്രേയസ്സൊക്കെ കിട്ടുന്നത് ജയിക്കുന്ന ആൾക്ക് മാത്രമാണല്ലോ, അപ്പൊ എന്റെ പിതാമഹന്, എന്റെ ഗുരുവിന് ശ്രേയസ് ഇല്ലാണ്ടാക്കുന്ന ഒരു കുറ്റം എന്റെ മുകളിൽ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അങ്ങനെയല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൂടി തിരിച്ചു വന്നിട്ട് രണ്ടാമതും ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസും വിടാണ്ട് പഠിപ്പിച്ചു വിടുകയാണ്. അതാണ് ഒരു മാഷിന്റെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ, എന്ത് സംശയം വരുമോ എന്ന് മനസ്സിൽ തോന്നുമ്പോ അതിന് ഒരു മുഴം മുന്നേറിയാന്ന് പറയാറില്ലേ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ശ്ലോകത്തിന്റെ പ്രത്യേകത, അതുകൊണ്ടാണ് ഞാൻ 3:38 ഒരു പ്രാധാന്യമുള്ള ശ്ലോകമാണ്. രണ്ടാമത്തെ പിന്നെ ചാപ്റ്ററിൽ 38 എന്ന് പറയാൻ കാരണം ഇത് കൃഷ്ണൻ അർജുനനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നതല്ല എന്നാണ്. അത് ജനറൽ ആയിട്ട് ആരാണോ യുദ്ധത്തില് ഇടപെടുന്നത്, ആരാണോ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത്, അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഇയാൾക്ക് വേണ്ട ആൾ തന്നെയാണ്. ഇനി എനിക്ക് ഭൂമി കിട്ടും, എനിക്ക് ശ്രേയസ് കിട്ടും, എന്നെ കുറ്റം പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുമ്പോ അയ്യോ ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഗുരുവിന് മോശമാവുമല്ലോ, എന്റെ പിന്നെ ഉപ്പുപ്പാക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിപ്പോയാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം കൂടി പറഞ്ഞേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ശ്ലോകത്തിന് ബാക്കി ശ്ലോകങ്ങളെക്കാളും ചിലപ്പോൾ പ്രാധാന്യം ഞാൻ കൽപ്പിക്കാറ്. ഇതേ സാധനം രണ്ടാമത്തെ അധ്യായത്തില് 56-ാമത്തേതും 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇതേ മെസ്സേജാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഇനിയും വരും 56-ാമത്തെ ശ്ലോകം. ഇപ്പൊ നമ്മൾ 38-ൽ എത്തിയിട്ടുള്ളൂ. ഒരു 18 ശ്ലോകം കഴിയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിലും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് എവിടെയൊക്കെ ഇതിന്റെ ഒരു റിപ്പീറ്റേഷൻ പിന്നെയും പിന്നെയും വരുന്ന ശ്ലോകങ്ങൾ വരുമ്പോൾ അതിനൊരു പ്രാധാന്യം എപ്പോഴും ഉണ്ടാവും. കാരണം അതുകൊണ്ടാണ് ഭഗവാൻ അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതേ വാക്കുകളാണ് 14-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ ശ്ലോകം സമ ദുഃഖ സുഖ സ്വസ്ഥ എന്നാണ് തുടങ്ങുന്നത് തന്നെ. ഇവിടെയും സുഖദുഃഖം എന്ന് പറഞ്ഞാൽ സമദുഃഖം തന്നെയാണ്, ദുഃഖവും സുഖവും. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തുല്യപ്രിയ പ്രിയോ ധീരഹ തുല്യ നിന്ദാസ്ത സംസ്മൃതി. ഇനി ആരെങ്കിലും നിന്ദ പറയുകയാണെങ്കിൽ അത് ജയിച്ചാലും നിന്ദ പറയും, തോറ്റാലും പറയും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു സോപ്പടിച്ചു വിടുകയാണ്. ഇതേ ശ്ലോകങ്ങളാണ് പലയിടത്തുള്ളത്. ഇതാണ് എപ്പോഴും നമ്മൾ പറയേണ്ടത്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് അഡ്വാൻസ് ആയിട്ട് ഒരു ബെയിൽ എടുക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോ ഒരാളോട് ഒരു മാരേജ് സെറ്റിലിംഗിന്റെ കൗൺസിലിംഗ് ആണ് ചെയ്തതെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഗുണം, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടെ ജീവിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രണ്ടാമതും കൂടി അടികൂടി കൂടിയിട്ട് നമ്മുടെ അടുത്ത് വന്നാലോ, നമ്മൾ ഫെയിലിയർ ആയിപ്പോയി ചിലപ്പോൾ. അപ്പൊ നമ്മളൊരു പറയാറുള്ളത്, പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഒരു നിലപാട് പോലെ ഇരിക്കും. ഇതിലും നിങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ തോറ്റുപോയി എന്ന് വരും, പക്ഷെ പോവാനുള്ള ആകെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾ കൂടെ പോയില്ലെങ്കിൽ പിന്നെ കൂടെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ ആ ചാൻസ് പോവും, അതുകൊണ്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് പോലെയാണ്. വളരെ കൃത്യമായിട്ട് ഇതേ ശ്ലോകങ്ങൾ നമ്മൾ 2:39 നോക്കുമ്പോഴും ഒക്കെ പിന്നെയും 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 റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് പിന്നെയും പറയും. 18-ാമത്തെ അധ്യായത്തിൽ 63-ലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയും. പിന്നെ രസകരമാണ്.
38ാമത്തെ ശ്ലോകം സാഖ്യയുഗത്തില് വളരെ മനോഹരമായിട്ട് വിവരിച്ചു കഴിഞ്ഞു.